വിശേഷം? എല്ലാവർക്കും സുഖല്ലേ? അപ്പം നമ്മുടെ ഫസ്റ്റ് ക്രാഫ്റ്റ് വീഡിയോ തന്നെ ഒരുപാട് പേർക്ക് നല്ല ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. എസ്പെഷ്യലി അത് ക്രിസ്മസ് റിലേറ്റഡും കൂടി ആയതുകൊണ്ട് കുറേ ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു. ആൻഡ് കുറച്ചധികം പേര് അത് ട്രൈ ചെയ്ത് നമുക്ക് ഫോട്ടോസ് ഒക്കെ അയച്ചു തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലേക്ക് കുട്ടി ക്രാഫ്റ്റ് വീഡിയോ ആണ്. ക്രിസ്മസിന് പറ്റിയിട്ടുള്ള ഡെക്കോർ നമുക്ക് തന്നെ വീട്ടിൽ ഇതേപോലെ എന്താണ് കുട്ടി കുട്ടി ഡെക്കോർ നമുക്ക് വീട്ടിൽ തന്നെ ചെയ്തെടുക്കും. അതേപോലെ തന്നെ നമുക്ക് വീട്ടിൽ വലിയ ബുദ്ധിമുട്ടൊന്നും ഇല്ലാണ്ട് തൂക്കിയിടാൻ പറ്റും. അതേപോലെ തന്നെ നമുക്കത് റീയൂസ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള വലിയ ചിലവൊന്നും ഇല്ലാത്ത 5 ക്രിസ്മസ് റിലേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ക്രാഫ്റ്റ് ഐഡിയാസ് ആണ് കേട്ടോ നമ്മളിന്ന് കാണാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ഫസ്റ്റ് തന്നെ ബലൂണും ത്രെഡും വെച്ചിട്ടുള്ള ക്രാഫ്റ്റ് ഉണ്ടല്ലോ, വളരെ പോപ്പുലർ ആയിട്ടുള്ളതാണ് കേട്ടോ. നമ്മൾ പിൻട്രസ്റ്റിലും റീൽസിലും ഈവൻ യൂട്യൂബിലൊക്കെ കാണുന്നതാണ്. അപ്പോൾ ഇതിന് നമ്മളൊരു ബലൂൺ വിരിപ്പിച്ച് വലിപ്പത്തിനനുസരിച്ച് എത്രയാണെന്ന് വെച്ചാൽ അതിനനുസരിച്ചുള്ള ബലൂൺ നമുക്ക് വിരിപ്പിച്ചെടുക്കാവുന്നതാണ്. പിന്നെ ഫെവിക്കോളും അതേപോലെ തന്നെ അതിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് അതിനെ മിക്സ് ചെയ്ത് കുറച്ച് ഡൈല്യൂട്ട് ചെയ്യണം കേട്ടോ. എന്നിട്ട് നമ്മൾ എംബ്രോയിഡറി ത്രെഡ് എടുക്കാം, അല്ലെങ്കിൽ നോർമൽ വൂളൻ ത്രെഡ് എടുക്കാം, അതല്ലെങ്കിൽ ജൂട്ട് ത്രെഡ് എടുക്കാം. അത് വെച്ചിട്ട് ഈ പശയിലും നമ്മൾ ഇട്ട് വെച്ചിട്ട് നമ്മളിങ്ങനെ ചുറ്റി ചുറ്റി കൊണ്ടുവരികയാണ് ചെയ്യണത്. പക്ഷെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഭയങ്കരമായിട്ട് കെട്ട് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ അതെനിക്ക് എന്താന്ന് എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നില്ല. അപ്പോൾ ഇതെങ്ങനെയാണെന്ന് ഓൾറെഡി ചെയ്തിട്ടുള്ളവർ പറയണം. ഞാൻ ഒരു 6 വർഷം മുമ്പ് ഇത് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് അന്ന് എങ്ങനെയാണ് ഞാൻ ചെയ്തത് നോർമലി. അന്ന് പക്ഷെ കറക്റ്റായിട്ട് നല്ല അടിപൊളിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അത്രയും രസത്തിൽ ശരിക്കും പറഞ്ഞാൽ ഇത്തവണ വന്നില്ല. ഇത്തവണ നല്ലൊരു സ്ട്രഗിൾ ആയിരുന്നു എന്ന് വേണം പറയാനായിട്ട്. എപ്പോഴും കെട്ട് വന്നിട്ട് അങ്ങനെയായിരുന്നു. പക്ഷെ ഞാൻ എങ്ങനെയൊക്കെയോ ചുറ്റി ഇത്രയ്ക്ക് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ പിന്നീട് എനിക്ക് തോന്നി ഈ ത്രെഡ് ഈ പശയിൽ മുക്കുന്നത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ അതുകൊണ്ട് ഞാൻ ബലൂണിൽ പശ തേച്ചിട്ട് പിന്നീട് ത്രെഡ് ഫുള്ളായിട്ട് ചുറ്റി എടുത്തു കേട്ടോ. പക്ഷെ അത് അബദ്ധമാണ് എന്നുള്ളത് പിന്നീടാണ് എനിക്ക് മനസ്സിലായത്. ഞാനൊരു 6 എണ്ണമൊക്കെ ഇതേപോലെ ഉണ്ടാക്കി റെഡിയാക്കി ഇതേപോലെ വെച്ച് പിറ്റേ ദിവസം രാവിലെ കുത്തി പൊട്ടിച്ചു ബലൂൺ. അങ്ങനെയാണ് വേണ്ടത്. പക്ഷേ ഇങ്ങനെ ബലൂണിൽ പശ തേച്ച കാരണം എന്താ ഉണ്ടായെന്ന് വെച്ച് കഴിഞ്ഞാൽ 2 എണ്ണം ചളുങ്ങിപ്പോയി. അങ്ങനെ ഒരു അബദ്ധം പറ്റി കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇതിൻ്റെ ശരിയായ രീതി അറിയാത്തതുകൊണ്ട് ഞാൻ കാര്യമായിട്ടുള്ളൊരു ഇത് പറയുന്നില്ല. പക്ഷെ എന്നാലും 4 എണ്ണം ഒരുവിധം കറക്റ്റായിട്ട് കിട്ടി. അതായത് ബലൂൺ ഉള്ളിൽ കുത്തി പൊട്ടിച്ചതിന് ശേഷം ആദ്യം നമുക്ക് വേണമെങ്കിൽ അതിനകത്ത് ബലൂൺ ഇട്ട് ഒന്നും കൂടി ഊതി വീർപ്പിച്ച് കഴിഞ്ഞാൽ ഇത് വലുതായി വരും കേട്ടോ. പക്ഷെ ഞാൻ അത്ര സാറ്റിസ്ഫൈഡ് അല്ല. അപ്പോൾ നമുക്ക് വേറെ വീഡിയോസ് കണ്ട് ചെയ്യുന്നതായിരിക്കും കേട്ടോ നല്ലത്. ഞാൻ എന്തായാലും ഇതിൽ ഫെയറി ലൈറ്റ്സ് ഒക്കെ വെച്ചിട്ട് ഇതേപോലെ തൂക്കിയിട്ടു കേട്ടോ. നമ്മൾ ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ഫെയറി ലൈറ്റ്സ് അത് നമുക്ക് ആമസോൺ അല്ലെങ്കിൽ ലോക്കൽ കടയിൽ നിന്നൊക്കെ ഈസിലി കിട്ടുന്നതാണ്. ഇങ്ങനെ തൂക്കിയിട്ടപ്പോൾ നല്ല രസമുണ്ട്. 4 എണ്ണേ നമുക്ക് കിട്ടുകയുള്ളൂ കേട്ടോ. 6 എണ്ണത്തിൽ 2 എണ്ണം ചീറ്റിപ്പോയി. അപ്പോൾ അതാണ് നമ്മുടെ ഫസ്റ്റ് ക്രിസ്മസ് ക്രാഫ്റ്റ്. ക്രിസ്മസിന് വേണ്ടിയിട്ട് മാത്രമല്ല കേട്ടോ, ഇത് നല്ല അടിപൊളിയായിട്ട് വരികയാണെങ്കിൽ ഉണ്ടല്ലോ നമുക്ക് എപ്പോഴും യൂസ് ചെയ്യാവുന്നതാണ്. കുറേ അധികം ഉണ്ടാക്കണമെന്ന് ഞാൻ വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കി ഇങ്ങനെ ഈ വാൾ സീലിങ്ങിൽ മൊത്തം തൂക്കിയിടണമെന്ന് വിചാരിച്ചു. പക്ഷെ അതിനുള്ള സമയവും സാവകാശം ഒന്നും നമുക്കില്ല. അത് മാത്രമല്ല ഇത് വർക്കൗട്ടായി വന്നതുമില്ല. ഒരുപാട് സമയം എടുത്തു എനിക്ക് 6 എണ്ണം ചെയ്യാൻ വേണ്ടിയിട്ടാണ്. പിന്നെ എനിക്ക് ഇത്തിരി വിഷമവും തോന്നി. ഇത്രയും സമയം ഉണ്ടായത് വേറെ കുറേ കൂടി പ്രൊഡക്റ്റീവായിട്ടുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ബെറ്റർ ക്രാഫ്റ്റ് ചെയ്യായിരുന്നു എന്ന് എനിക്ക് തോന്നി. അപ്പോൾ അടുത്തത് നോക്കാം കേട്ടോ നമുക്കിനി. ഇത് ഞാൻ ഭയങ്കര ഹാപ്പി ആയിട്ടുള്ളൊരു ഡെക്കോറാണ്. ഫസ്റ്റ് 4 മീറ്റർ നെറ്റിൻ്റെ ഫാബ്രിക്കിൽ ഇത് ഭയങ്കര വിലക്കുറവിൽ കിട്ടുന്ന നെറ്റിൻ്റെ ഫാബ്രിക്കിൽ ഒരു 30 രൂപ 40 രൂപ 50 രൂപയ്ക്കൊക്കെ കിട്ടുന്ന നെറ്റിൻ്റെ ഫാബ്രിക് ഉണ്ട്. ഞാൻ ഇത്തവണ കല്യാണിൽ പോയപ്പോൾ തന്നെ കാണിച്ചു തന്നില്ലേ, 40 രൂപയ്ക്ക് മുതൽ സ്റ്റാർട്ടിങ്ങിൽ അതിൽ കിട്ടിയിട്ടുള്ളതാണ് കേട്ടോ. അപ്പോൾ ഇതിനെ ഞാൻ എന്താ ചെയ്തെന്ന് വെച്ചാൽ 4 മീറ്ററിൽ നമ്മൾ വേർട്ടിക്കലി തുണി എടുക്കില്ലേ, എന്നിട്ട് അതിനെ പകുതിയായിട്ട് മുറിച്ചിട്ട് പിന്നെ ആ പകുതിയായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ നമുക്ക് 4 നീളനെയുള്ള പീസസ് കിട്ടും കേട്ടോ. അപ്പോൾ ഈ 4 നീളനെയുള്ള പീസസ് നമുക്ക് യോജിപ്പിച്ചെടുക്കുക എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ വൈറ്റ് വാതിലായതുകൊണ്ട് റെഡ് ഇട്ട് കഴിഞ്ഞാൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പോൾ ഒരു ക്രിസ്മസ് വൈബും ഉണ്ടാവും. അപ്പോൾ വാതിലിൻ്റെ കളറിനനുസരിച്ച് കൂടി ആയിരിക്കും കേട്ടോ. ബ്രൗൺ വാതിലൊക്കെ ആണെങ്കിൽ കുഴപ്പമില്ല, എന്നാലും സ്റ്റിൽ നമുക്ക് റെഡ് യൂസ് ചെയ്താലും നന്നായിട്ട് തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ നമ്മളിത് ജസ്റ്റ് ഒന്ന് തുന്നി യോജിപ്പിക്കാം. മെഷീനുള്ള കാരണവും എനിക്ക് തുന്നാൻ അറിയുന്നതുകൊണ്ട് ഞാൻ യോജിപ്പിച്ചു എന്നുള്ളൂ. ഇനിയിപ്പോൾ നമുക്ക് അത് ഇല്ലെങ്കിൽ ജസ്റ്റ് കൈത്തുന്നിൽ കൊടുത്താലും മതി കേട്ടോ. എന്നിട്ട് നമുക്ക് നല്ല നീളനെയുള്ള പീസ് കിട്ടില്ലേ. അങ്ങനെ ആകുമ്പോൾ എന്താ വേണ്ടതെന്ന് വെച്ചാൽ വാതിലിൻ്റെ ഒരു സൈഡിൽ നിന്ന് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ. ഒരു സൈഡിൽ നിന്ന് ഇതേപോലെ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. ഒരു സ്റ്റൂളിട്ട് നിൽക്കുകയാണെങ്കിൽ ഒന്നും കൂടി എളുപ്പത്തിൽ ചെയ്യാമായിരുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ കൂടെ കൊണ്ടുവന്നിട്ട് മുകളിലേക്ക് എടുത്തിട്ട് എഗെയിൻ നമ്മൾ ഇതേപോലെ ഇടുക കേട്ടോ. എന്നിട്ട് എന്താ വേണ്ടത് വെച്ചാൽ സൈഡിൽ നിന്ന് എടുക്കുക. സൈഡിൽ നിന്ന് എടുത്ത് ഇങ്ങനെ പിടിച്ചിട്ട് ഈ വാതിലിൻ്റെ ഇടയിൽ ഗ്യാപ്പില്ലേ അതിൻ്റെ ഉള്ളിൽ കൂടെ ഈ നെറ്റ് ഫാബ്രിക് കൊണ്ടുവന്നിട്ട് എന്നിട്ട് നമുക്ക് എന്താ വേണ്ടത് വെച്ചാൽ സൈഡിൽ നമ്മൾ ഇങ്ങനെ കൊണ്ടുവന്നിട്ടില്ല അതിൻ്റെ ഉള്ളിൽ കൂടെ തിരികെ എടുക്കുക കേട്ടോ. ഉള്ളിൽ കൂടെ തിരികെ എടുക്കുമ്പോഴാണ് അത് ലോക്കാവുക ശരിക്കും. പിന്നീട് അത് അങ്ങടും ഇങ്ങടും നീങ്ങാത്ത തരത്തിൽ അത് ലോക്കാവും. എന്നിട്ട് ഇത് ഫുൾ തുണി പുറത്തേക്ക് വലിച്ചെടുത്തിട്ട് നമ്മൾ എന്താ വേണ്ടത്,
എഗെയിൻ ഈ തുണീനെ റാപ്പ് ചെയ്യുക വാതിലിൽ. എങ്ങനെയാണെന്ന് വെച്ചാൽ പിന്നീ കൂടെ വന്നിട്ട് വേണം റാപ്പ് ചെയ്യാനായിട്ട്. അങ്ങനെയാണെങ്കിൽ അത് ഹോൾഡ് ചെയ്ത് നല്ല ഭംഗിയിൽ നിൽക്കുള്ളൂ കേട്ടോ. അപ്പോൾ ഇത് നമുക്ക് അകത്തേക്ക് വേണമെങ്കിൽ അകത്തേക്ക് ചെയ്യാം, പുറത്തേക്ക് വേണമെങ്കിൽ പുറത്തേക്ക് ചെയ്യാം, നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച്. ഞാനിപ്പോൾ സ്റ്റുഡിയോയ്ക്ക് അകത്ത് ഭംഗിയിൽ കാണാൻ വേണ്ടിയിട്ട് അകത്തുനിന്നാണ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ഉമ്മർത്തെ വാതിലൊക്കെയാണ് ചെയ്യണമെന്ന് വെച്ചാൽ പുറത്തുനിന്ന് ചെയ്താൽ മതി കേട്ടോ. എന്നിട്ട് നമ്മളിത് ചുറ്റി ചുറ്റി ബാക്കി വരുന്നത് ഒരു ബോ പോലെ ഉണ്ടാക്കാം. അപ്പോൾ ഇതൊരു പിൻട്രസ്റ്റി ഡെക്കോറാണ് കേട്ടോ. ഒരുപാട് പിൻട്രസ്റ്റിൽ വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ട്, റീൽസിലും ഉണ്ട്. പക്ഷേ അതിലൊക്കെ ബോ ഉണ്ടാക്കുമ്പോൾ നല്ല ഭംഗിയിൽ ഇങ്ങനെ പൊങ്ങി നിൽക്കും. കാരണം അവർ റോള് വെച്ചിട്ടാണ് അത് ചെയ്യണത്, ഇതേപോലെ ഫാബ്രിക് വെച്ചിട്ടല്ല. പക്ഷെ നമ്മുടെ ഇങ്ങനെ തളർന്ന് കിടക്കുന്ന കാരണം ഞാൻ എന്ത് ചെയ്തു വെച്ചാൽ ഓൾറെഡി നമ്മുടെ കയ്യിലുള്ള ബോ വെച്ച് നോക്കി. റെഡ് ബോ വെച്ച് നോക്കിയപ്പോൾ അത്ര എനിക്ക് രസമായിട്ട് തോന്നിയില്ല. അപ്പോൾ ഞാൻ ബ്ലാക്ക് ബോ വെച്ച് കൊടുത്തപ്പോൾ അതിന് നല്ലൊരു കോൺട്രാസ്റ്റ് ഫീൽ ചെയ്തു. അപ്പോൾ ഞാൻ അതിങ്ങനെ ജസ്റ്റ് അതിലൊന്ന് ഇങ്ങനെ ചുട്ടിക്കുട്ടി വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ എനിക്ക് നല്ല രസമായിട്ട് തോന്നി. ഈ തുണി വെച്ചിട്ട് തന്നെ ബോ നമ്മൾ ഉണ്ടാക്കി നല്ല രീതിയിൽ അത് ഫിക്സ് ആയിട്ടിരിക്കുകയാണെങ്കിൽ രസം ഉണ്ടാവും. പക്ഷെ അത് ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഉള്ളത് വെച്ചിട്ട് നമുക്ക് ക്രിസ്മസ് ആഘോഷിക്കാം. അപ്പോൾ അതുകൊണ്ട് അതൊക്കെ ഒന്ന് റെഡിയാക്കി വെച്ചിട്ട് ഇങ്ങനത്തെ ഈ ബോൾസും കൂടി നമ്മൾ തൂക്കിയിട്ടു കേട്ടോ. അപ്പോൾ ഇതാണ് ഫൈനൽ ലുക്ക് വന്നത്. ആദ്യം കൊള്ളാമെന്ന് വിചാരിച്ചു വെച്ചാലും ഫൈനലി വന്നപ്പോൾ നല്ല രസമുണ്ട്. വാതിലടയ്ക്കാനൊന്നും ഒരു ബുദ്ധിമുട്ടില്ല കേട്ടോ. സൂപ്പർബാണ്, എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ട് ഒരു ഡെക്കോറാണ്. ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. അടുത്ത ഡെക്കോറിന് വേണ്ടിയിട്ട് നമ്മൾ പറമ്പെന്ന് ഇങ്ങനെ കമ്പൊക്കെ പറിച്ചെടുത്ത് കൊണ്ടുവന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഞാൻ വിചാരിച്ചു 3 തരത്തിൽ നോക്കാം. ഒന്ന് ഈ ക്രീപ്പേഴ്സ് പ്ലാസ്റ്റിക്കിൻ്റെ അത് വെച്ച് നോക്കാം, അല്ലെങ്കിൽ ഈ ഗാർലൻഡ് ഉണ്ടല്ലോ, ഇത് രണ്ടും ഭയങ്കര ഇൻഎക്സ്പെൻസീവ് ആണ്, വളരെ എളുപ്പത്തിൽ നമുക്ക് മേടിക്കാൻ കിട്ടും, അത് വെച്ച് ചെയ്യാം. പക്ഷേ എനിക്ക് അതിനേക്കാളും കുറച്ചുകൂടി ഭംഗിയാവാൻ തോന്നിയത് ഇങ്ങനത്തെ സാധനം കിട്ടും. ഇതൊരു ഓരോ കടയിൽ ഓരോ വിലയാവും. ഇതെനിക്ക് തോന്നുന്നു 200 രൂപ 300 രൂപ അങ്ങനെയൊക്കെ ആവും ഒരു സ്ട്രിങ് ആയിട്ടാണ് വരിക. ഈ ഇപ്പോഴത്തെ ക്രിസ്മസ് ഡെക്കോറൊക്കെ കിട്ടുന്ന ഷോപ്പിൽ നമുക്ക് കിട്ടണതാണ് കേട്ടോ. അത് ഇതിൻ്റെ വടിക്ക് ചുറ്റും ചുറ്റുക. പക്ഷെ എന്താ വെച്ചാൽ ഇത് നല്ല കട്ടിയായതുകൊണ്ട് തന്നെ ഈ വടി ഒടിഞ്ഞു പോയി. അതിന് കൂടുതൽ ഉണക്കം വന്നിട്ടുള്ള കമ്പായിരുന്നു. അപ്പോൾ ഞാൻ കുറച്ചും കൂടി ഒരു സ്ട്രോങ്ങർ കമ്പ് എടുത്തിട്ട് അതിന് ചുറ്റും ഇതേപോലെ ചുറ്റി ചുറ്റി കൊടുത്തു കേട്ടോ. ഇതെൻ്റെ കയ്യിലുള്ള കാരണം ഇതും ഞാൻ ഉപയോഗിച്ചു എന്നേ ഉള്ളൂ. ഞാൻ പറഞ്ഞില്ലേ നേരത്തെ, നമുക്ക് ക്രീപ്പേഴ്സ് പോലെയുള്ളത് അതുണ്ടെങ്കിൽ അത് വെച്ചിട്ട് ചുറ്റിയെടുക്കാവുന്നതാണ്, അല്ലെങ്കിൽ ഈ ഗാർലൻഡ് വെച്ച് ചുറ്റിയെടുക്കാവുന്നതാണ്. അതൊക്കെ നമ്മുടെ ഇഷ്ടപ്രകാരം ചെയ്യാം കേട്ടോ. അപ്പോൾ ഇത് ഞാൻ ഫുൾ ഇതേപോലെ ചുറ്റിയെടുത്തപ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇത് ഈസിലി ഏത് ഷോപ്പിൽ നിന്നും കിട്ടുന്നതാണ്. പിന്നെ ജൂട്ട് ത്രെഡ് ഉണ്ടല്ലോ, അത് ഞാനിത് ഇതേപോലെ കെട്ടി ഒരു തൂക്കിയിടാൻ പാകത്തിന് ഇങ്ങനൊരു ലൂപ്പ് പോലെ അങ്ങനെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനെ ഡെക്കോർ ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ ബ്രോഡ്വേയിൽ നിന്ന് കുറച്ച് ക്രിസ്മസ് ഡെക്കോർ ഓരോ പാക്കിന് 40 രൂപ അങ്ങനെ മേടിച്ചിട്ടുണ്ടായിരുന്നു. ഈ സ്റ്റാറിന് ഒരു പാക്കിന് 40 രൂപയാണ്. അങ്ങനെ ഞാൻ മൊത്തത്തിൽ ഒരു 200 രൂപയ്ക്ക് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ ഫുൾ ഇതിലിങ്ങനെ തൂക്കി ഇട്ടു. പിന്നെ പൈൻസ് നമ്മൾ ഓൾറെഡി മേടിച്ച് വെച്ചതുണ്ട് കേട്ടോ. അത് ഞാനിങ്ങനെ ഇതേപോലത്തെ കമ്പി ഉണ്ടല്ലോ അതിൽ ചുറ്റി ഇതേപോലെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അത് നല്ല ഭംഗിയായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം നല്ല രസമായിട്ടുണ്ട് എന്തായാലും. അപ്പം ഇത് കുറച്ചും കൂടി ഭംഗിയാക്കാനായിട്ട് അപ്പം എനിക്ക് തോന്നി തൂക്കിയിട്ടപ്പോൾ ലൈറ്റും കൂടി ഉണ്ടെങ്കിൽ ഒന്നും കൂടി രസമായിരിക്കുമല്ലോ. അപ്പോൾ ഇത് ബാറ്ററിയിൽ വർക്ക് ചെയ്യുന്ന ലൈറ്റാണ് കേട്ടോ. ഇത് നമ്മൾ എവിടെ നിന്നാണ് മേടിച്ചത്? തൃശ്ശൂർ തന്നെയാണ് മേടിച്ചിട്ടുള്ളത്. അപ്പോൾ അതും കൂടി ഇട്ട് പിന്നെ കുറച്ചും കൂടി ഇത് ബോൾസും കൂടി നന്നായിട്ട് തൂങ്ങി കിടക്കണ രീതിയിൽ അതും കൂടി ഇട്ടിട്ടുണ്ട്. നന്നായി വന്നിട്ടുണ്ട് കേട്ടോ, നല്ല രസമായി. ഇത് ഈ പറഞ്ഞ പോലെ ഞാൻ ചെയ്ത് തുടങ്ങിയപ്പോൾ ഭംഗിയാവുമെന്ന് എനിക്ക് അങ്ങനെ വിശ്വാസം ഉണ്ടായിരുന്നില്ല. പക്ഷെ ചെയ്ത് കഴിഞ്ഞപ്പോൾ രസമായിട്ട് തോന്നി. ഒരു കോർണറിലൊക്കെ നമുക്കിങ്ങനെ തൂക്കിയിടാനും, നമ്മുടെ സ്റ്റുഡിയോയിലാണെങ്കിൽ ഇങ്ങനത്തെ ഒരു തിട്ടും കൂടി ഉള്ള കാരണം തൂക്കിയിടാൻ എളുപ്പമായിരുന്നു. പിന്നെ ഇത് ആണിയിൽ തൂക്കിയിടേണ്ടി വരും കേട്ടോ, അത്യാവശ്യം കാനം ഉണ്ടെങ്കിൽ. സ്റ്റിക്കി ഹുക്കിലാണെങ്കിൽ നമുക്ക് ആ ക്രീപ്പറൊക്കെ വെച്ചിട്ട് ഗാർലൻഡൊക്കെ വെച്ചിട്ടുള്ളതാണെങ്കിൽ സ്റ്റിക്കി ഹുക്കിലാണെങ്കിലും നിൽക്കും. പക്ഷെ ഇതിങ്ങനെ തൂങ്ങി കിടക്കണം, അതായത് ഇങ്ങനെ ആടണ പാകത്തിന് അങ്ങനെ തൂങ്ങി കിടന്നാലേ ഭംഗി. അല്ലാണ്ട് ചുമരിലേക്ക് ചേർത്ത് ഒട്ടിക്കുന്നതിനെക്കാട്ടും ഭംഗി ഇങ്ങനെ ഇതായി കിടക്കണതാണ് കേട്ടോ. രസമായിട്ട് തോന്നി. നമ്മുടെ ഈ ക്രിസ്മസ് ട്രീയുടെ ഒക്കെ അടുത്തായിട്ട് ഇടുമ്പോൾ തന്നെ നല്ല ഭംഗിയായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ നമുക്ക് അടുത്തത് ക്രിസ്മസ് അല്ലേ, നമ്മൾ ഇതുവരെ ഒരു സ്റ്റാർ ഉണ്ടാക്കിയില്ലല്ലോ. അപ്പോൾ അതിനായിട്ട് ഇങ്ങനെ കുറച്ച് തടിക്കഷ്ണങ്ങൾ ഒരു ഈക്വൽ ലെങ്ത്തിൽ ഇതേപോലെ എടുക്കാവുന്നതാണ് കേട്ടോ. എന്നിട്ട് എന്താ വേണ്ടത് വെച്ചാൽ ഫസ്റ്റ് ഇതിനൊരു ഷേപ്പിൽ വെച്ചിട്ട് റബ്ബർ ബാൻഡ് ഇടുക. എന്നിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇതേപോലെ വെക്കുക കേട്ടോ. പിന്നീട് ഈ സൈഡിൽ കൂടെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് പുറത്തേക്ക് വയ്ക്കുക. ഇത് കണ്ടാൽ മനസ്സിലാവും കേട്ടോ. എന്നിട്ട് സൈഡിൽ റബ്ബർ ബാൻഡ് ഇട്ട് കൊടുത്തിട്ടുണ്ട്, ആ അറ്റത്ത് റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതേപോലെ യോജിപ്പിച്ചിട്ടും റബ്ബർ ബാൻഡ് ഇട്ട് കൊടുക്കുക. അപ്പോൾ നമുക്ക് സ്റ്റാർ ഷേപ്പിൽ വരുവേ. അപ്പോൾ നമുക്കിതിന് സെറ്റാക്കി എടുക്കാൻ എളുപ്പതേ കണ്ടോ, ഇതേപോലെ വരും. ഇതും ഞാൻ പിൻട്രസ്റ്റിൽ കണ്ടതാണ്. അപ്പോൾ എനിക്ക് തോന്നി ഒന്നും കൂടി ഒന്ന് അതിന് സ്ട്രോങ് ആക്കാൻ വേണ്ടിയിട്ട് ബാക്കിയുള്ള കമ്പുകളും കൂടിയിട്ട് ഇതിൻ്റെ ഉള്ളിൽ കൂടെ എടുത്ത് പുറത്തേക്ക് വെച്ചിട്ട് അത് നമ്മുടെ യുക്തി പോലെ ചെയ്യാവുന്നതാണ് കേട്ടോ. എങ്ങനെ വേണമെങ്കിൽ ചെയ്യാവുന്നതാണ്. ഇത് കുറച്ച് ഒരു ഓർഗാനിക് ആയിട്ടുള്ള സ്റ്റാർ വേണമെങ്കിൽ ഇത് നല്ലതാട്ടോ, നല്ല രസമാണ് കാണാനായിട്ടും.
അപ്പോൾ നമ്മളൊരു ഉണ്ട ജൂട്ട് യൂസ് ചെയ്യുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ചെയ്യണം എന്താ വെച്ചാൽ ഇതിൽ ഫുള്ള് ഒരറ്റത്ത് ചുറ്റുന്നുണ്ട്. എന്നിട്ട് ഞാനിങ്ങനെ നമ്മൾ കെട്ടിട്ട് കൊടുക്കില്ല, അതേപോലെ കെട്ടിട്ട് കൊടുത്തിട്ട് മറ്റേ അറ്റത്തേക്ക് കൊണ്ടുവരുന്നുണ്ട്. ഫുള്ള് ചുറ്റുക, കെട്ടിട്ട് കൊടുക്കുക, എന്നിട്ട് അപ്പുറത്തെ അറ്റത്തേക്ക് കൊണ്ടുവരിക. പിന്നെ അറിഞ്ചും പുറഞ്ചും നമുക്കിങ്ങനെ ചറ പറയുന്ന ഇങ്ങനെ ആ ജൂട്ട് വെച്ചിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും കൂടെ ആക്കി കൊടുക്കുക. അത് ഭയങ്കര തെറപ്യൂട്ടിക്കാണ് കേട്ടോ. എസ്പെഷ്യലി നമുക്കിങ്ങനെ എന്തെങ്കിലും ടെൻഷനൊക്കെ ഉള്ള സമയത്താണെങ്കിൽ അത് ചെയ്യുമ്പോൾ ഭയങ്കര രസമായിട്ട് തോന്നും. കുട്ടികളുണ്ടെങ്കിൽ കുട്ടികളെ കൊണ്ട് ചെയ്യിപ്പിച്ചാലൊക്കെ നല്ലതാണ് കേട്ടോ. ഇതിനൊരു ഒരു ഫോർമാറ്റോ പാറ്റേണോ ഒന്നുമില്ലല്ലോ, നമുക്ക് ഇഷ്ടമുള്ള പോലെ ചെയ്യാവുന്നതാണ്. എങ്ങനെ ചെയ്താലും ഭംഗിയായിരിക്കും കേട്ടോ. ഇങ്ങനെ റോ ആയിട്ടുള്ളതാണ്. പിന്നെ ഇതിൽ ഡെക്കോർ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൈൻ ഉപയോഗിച്ചാലും ഏറ്റവും രസമായിട്ടുണ്ടാവുക കേട്ടോ. അത് നാച്ചുറൽ ആയിട്ടുള്ള, ഇതിപ്പോൾ വളരെ നാച്ചുറൽ ആയിട്ടുള്ള സംഗതിയല്ലേ. നാച്ചുറൽ ആയിട്ടുള്ള എന്തെങ്കിലും വെക്കുന്നതാണ് ഏറ്റവും നന്നാവുക. ഇങ്ങനെ ലാസ്റ്റ് ഇതേപോലെ തൂക്കിയിടാനായിട്ട് ഒരു ലൂപ്പ് പോലെ കൊടുത്തു കഴിഞ്ഞാൽ ഭയങ്കര നല്ലതായിരിക്കും കേട്ടോ. എന്നിട്ട് ഇതിൽ വെക്കാമെന്ന് ഞാൻ നോക്കിയപ്പോൾ എൻ്റെ കയ്യിൽ പൈനൊക്കെ തീർന്നു പോയി മറ്റേ ഡെക്കോർസിനൊക്കെ ഉപയോഗിച്ചിട്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഓൾറെഡി ഒരെണ്ണം ഉണ്ടായിരുന്നു, അത് ഞാനിങ്ങനെ ജസ്റ്റ് ഒരു ഡെക്കോറായിട്ട് ഇങ്ങനെ വെച്ചു എന്നേ ഉള്ളൂ. പക്ഷേ ഇതൊരു പ്ലാസ്റ്റിക്കി സാധനമല്ലേ, ഇതിനെക്കാട്ടിലും നന്നാവുക ഈ പറഞ്ഞ പോലെ പൈനും കുറച്ച് ഉണങ്ങിയ ഇലയും അല്ലെങ്കിൽ ഡ്രൈ ഫ്ലവേഴ്സൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചാൽ ഒന്നും കൂടി രസമാവുമായിരുന്നു. അപ്പോൾ എങ്കിൽ നേരത്തെ പറഞ്ഞ പോലെ ഉള്ളതുകൊണ്ട് ക്രിസ്മസ് നമുക്ക് ആഘോഷിക്കാം. അപ്പോൾ അതുകൊണ്ട് ഉള്ളത് വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് ഞാൻ ഇവിടെ തൂക്കിയിട്ടു കേട്ടോ. നമ്മുടെ മറ്റേ ക്രിസ്മസ് ട്രീയുടെ അടുത്ത് നമ്മുടെ സ്റ്റുഡിയോ ഇപ്പോൾ കാണണം. ക്രിസ്മസ് ഡെക്കോർ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇതാണ് നമ്മുടെ ഫൈനൽ ലുക്ക്. സ്റ്റാറിൻ്റെ നന്നായിട്ടില്ലേ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ലൈറ്റ് ഉണ്ടെങ്കിൽ ലൈറ്റ് ഇടാം. ഇത് നമുക്ക് നന്നായിട്ട് ഇങ്ങനെ ആടന രീതിയിൽ എവിടെയെങ്കിലും തൂക്കിയിട്ടാലും വളരെ നല്ലതാണ് കേട്ടോ. എനിക്കിപ്പോൾ ഇവിടെയാണ് എന്നെ സ്വസ്ഥമായിട്ട് ഇരുത്താൻ പറ്റിയത്, അപ്പോൾ അതുകൊണ്ട് അവിടെ ഇരുത്തി. അപ്പോൾ ഇതിൻ്റെ കുട്ടി സ്റ്റാർ വേണമെങ്കിൽ ഇതേപോലെ കുട്ടി സ്റ്റാറായിട്ട് ഉണ്ടാക്കാവുന്നതാണ്. ചെറിയ വടി വെച്ചിട്ട് അങ്ങനെ ചെയ്താലും നല്ലതായിരിക്കും കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്ക് ഡെക്കോർ ചെയ്തെടുക്കാവുന്നതാണ്. എനിക്കിഷ്ടപ്പെട്ടു. എഗെയിൻ ചെയ്ത് വന്നപ്പോൾ ഇഷ്ടമായി. ആദ്യം ഞാൻ അത്ര പ്രതീക്ഷിച്ചില്ല. ആക്ച്വലി ഞാൻ പ്രതീക്ഷയോട് കൂടി ചെയ്തത് ആ ഫസ്റ്റത്തെ ക്രാഫ്റ്റില്ലേ, ബോൾസ് മറ്റേ ത്രെഡ് വെച്ചിട്ടുള്ളത്, അത് കൊളായിപ്പോയി. ബാക്കിയൊന്നും ഞാൻ പ്രതീക്ഷയോടെ ചെയ്തതല്ല, പക്ഷെ ചെയ്ത് വന്നപ്പോൾ നന്നായിട്ടുണ്ട് കേട്ടോ. പിന്നെ അടുത്തത് ഈ സ്ക്യൂവേഴ്സ് ഇല്ലേ, ഇങ്ങനത്തെ ഈ സ്റ്റിക്ക്, ഇതും നമുക്ക് ഈസിലി മേടിക്കാൻ കിട്ടുന്നത് ഓൺലൈൻ സ്റ്റോറിലും ക്രാഫ്റ്റ് സ്റ്റോറിലും ഒക്കെ നമുക്ക് മേടിക്കാൻ കിട്ടും കേട്ടോ. ഇത് വെച്ച് ബേസിക്കലി നമ്മളൊരു ബോക്സാണ് ഉണ്ടാക്കാൻ പോണത്. ഇത് ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു കേട്ടോ ഇത് ഉണ്ടാക്കാൻ, വിചാരിച്ച പോലെയല്ല. ആദ്യം 4 സൈഡും കൂടി ഒട്ടിച്ച് ഈ ഒരു സ്ക്വയർ ഷേപ്പ് ഉണ്ടാക്കിയെടുത്തു. അത് എളുപ്പമായിരുന്നു കേട്ടോ. പക്ഷേ ഇനി എന്താ വേണ്ടത് വെച്ചാൽ ഇതിനൊരു ബോക്സ് ആക്കി എടുക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ഈ സ്ക്യൂവേഴ്സ് ഗ്ലൂ വെച്ചിട്ട് ഞാൻ ഇതേപോലെ ഒട്ടിക്കാൻ നോക്കി. ഇത് എന്ത് ചെയ്താൽ ഒട്ടുന്നില്ല. ഇതിനെ നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ട് ഒട്ടിച്ച് നിർത്തിയിട്ട് അതിൻ്റെ മീതെ ഈ മറ്റേ സ്ക്വയറും കൂടി വെച്ച് കഴിഞ്ഞിട്ട് നമുക്കൊരു ബോക്സ് ആക്കി എടുക്കുക എന്നുള്ളതാണ് നമ്മുടെ പ്ലാൻ. പക്ഷേ എന്ത് ചെയ്താൽ ഇത് നിൽക്കുന്നേ ഇല്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇനിയിപ്പോൾ ഇത് നടക്കില്ല, അപ്പോൾ നമുക്ക് വേറെ രീതിയിലെങ്കിലും നോക്കാം വിചാരിച്ചു. ഞാൻ ടാഗ് ഉണ്ടല്ലോ, നമ്മുടെ കയ്യിൽ ഓൾറെഡി കഴിഞ്ഞൊരു ക്രാഫ്റ്റ് ചെയ്യാനായിട്ട് നമ്മൾ ടാഗ് മേടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്നാൽ നമുക്ക് അത് വെച്ചിട്ട് ഒട്ടിച്ച് നോക്കാം എന്നുള്ള രീതിയിൽ. അപ്പോൾ ഞാൻ അതെടുത്തുട്ടോ. ഇടയിൽ ഞാൻ കുറേ നോക്കി ഈ ഗ്ലൂ വെച്ചിട്ട് ഒട്ടിക്കാനായിട്ട്, പക്ഷെ ഒരു രക്ഷയില്ല. അത് നമ്മുടെ ഗ്ലൂവിൻ്റെ കുഴപ്പമാണോ അതോ വേറെ എന്തെങ്കിലും കുഴപ്പമാണോ എന്ന് എനിക്കറിയില്ല. ഫസ്റ്റ് ഗ്ലൂ വെച്ചിട്ട് നോക്കിയിട്ട് പറ്റാവുന്നിടത്തോളം നിർത്തിയിട്ട് ഞാൻ പിന്നെ ചരട് വെച്ച് നോക്കിയായിരുന്നു, എന്നിട്ട് ശരിയായില്ല. എന്നിട്ടാണ് ഇപ്പോൾ ഈ ടാഗ് വെച്ചിട്ട് നോക്കിയിട്ട് പിന്നീട് എന്തൊക്കെയോ കാണിച്ച് ഞാൻ അവസാനം ഒരു ബോക്സ് പോലെയൊക്കെ ആക്കി. പക്ഷേ ഇതിൻ്റെ ഒരു പ്രോസസ്സ് ഇത്തിരി പരാജയമായിട്ട് എനിക്ക് തോന്നി. കോമഡി കേട്ടോ. കുറച്ച് സമയം എടുത്തു സെറ്റായി വരാനായിട്ട്. ആദ്യമേ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് തന്നെ കെട്ടിയാൽ മതിയായിരുന്നു, അപ്പോൾ ഇത്ര സമയം പോയില്ലായിരുന്നു. പക്ഷെ ലാസ്റ്റ് ഞാൻ പിന്നെ ജൂട്ട് ത്രെഡ് വെച്ചിട്ട് കെട്ടി ആ ടാഗ് ഉണ്ടല്ലോ, ടാഗ് അത് ഞാൻ മുറിച്ച് കളയാണ്. ഈ ടാഗ് മുറിച്ച് കളയാൻ ഇത്തിരി പ്രയാസമാണ് കേട്ടോ. ആകെ മൊത്തം ഒരു കാണുമ്പോൾ ഒരു അലമ്പ് അവസ്ഥയായിട്ട് നമുക്ക് തോന്നുന്നുണ്ടാവും. പക്ഷെ ട്രസ്റ്റ് ദ പ്രോസസ്സ് എന്ന് പറയില്ലേ നമ്മൾ, അവസാനം എല്ലാം ശരിയായി വരിക എന്ന് പറയില്ല. നമ്മൾ ഈ ഒരു കാര്യത്തിനല്ല കേട്ടോ, എന്തൊരു കാര്യത്തിനാണെങ്കിലും നമ്മൾ ആത്മാർത്ഥതയോടുകൂടി സത്യസന്ധതയോട് കൂടിയിട്ട് കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഇടയിൽ എന്ത് പ്രശ്നങ്ങൾ വന്നാലും കുഴപ്പമില്ല. അറ്റ് ദി എൻഡ് എവറിത്തിങ് ഇസ് ഗോണ ബി ഫൈൻ, എവറിത്തിങ് ഇസ് ഗോണ ബി ഓക്കെ, ട്രസ്റ്റ് മീ. അപ്പം ഇടയിൽ ചെറിയ മോട്ടിവേഷൻ ഇട്ടതാ, അതവിടെ നിൽക്കട്ടെ. അപ്പോൾ നമ്മളത് കട്ട് ചെയ്ത് അതെ ടാഗ് കട്ട് ചെയ്ത് റെഡിയാക്കി എടുത്തിട്ടുണ്ട്. എന്നിട്ട് അടുത്ത ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ 2 ജൂട്ട് ത്രെഡിൻ്റെ റോൾസ് മേടിച്ചിട്ടുണ്ടായിരുന്നു നമ്മൾ. അപ്പോൾ അത് വെച്ചിട്ട് ഫുള്ള് നമ്മളിങ്ങനെ ചുറ്റി കൊടുക്കാം കേട്ടോ. ഇപ്പം ഇതെന്താ ഉദ്ദേശിക്കണതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സൈഡിൽ വെക്കാൻ ഒരു ഗിഫ്റ്റ് ബോക്സ് പോലെയാണ് ഉദ്ദേശിക്കുന്നത്. ക്രിസ്മസ് ട്രീയുടെ സൈഡിലൊക്കെ നമ്മൾ വെക്കില്ലേ, അങ്ങനത്തെ ആണ് കേട്ടോ ഉദ്ദേശിക്കുന്നത്. എന്നിട്ട് നമ്മൾ ഈ ഗോൾഡൻ റിബൺ ഉണ്ടായിരുന്നു എൻ്റെ കയ്യിൽ, അതും നമ്മൾ ഇതേപോലെ ഫുള്ള് ഇങ്ങനെ റാൻഡമായിട്ട് ചുറ്റിയെടുക്കാം. ഈ നമ്മൾ കാണിച്ച ഒരു ക്രാഫ്റ്റിനും
കൃത്യമായിട്ട് ഇങ്ങനെ ചെയ്യണം എന്നുള്ള അങ്ങനെ ഒന്നുമില്ല. നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് എങ്ങനെ ചെയ്താലും അറ്റ് ദി എൻഡ് നല്ല ഭംഗിയിൽ വരും. അപ്പം നമ്മുടേതായ ഒരു യുണീക്ക് ടച്ച് ഉണ്ടാവും എന്നുള്ളതാണ്. പിന്നെ ഇത് ഞാൻ കണ്ടുപിടിച്ചിട്ടുള്ളതൊന്നുമല്ല കേട്ടോ. എല്ലാം ഞാൻ പിൻട്രസ്റ്റിലും അങ്ങനെയൊക്കെ നോക്കി റെഫറൻസ് എടുത്തിട്ട് അതിൽ നിന്ന് നമ്മുടേതായ രീതിയിലേക്ക് നമ്മൾ ചെയ്തെടുക്കുക എന്നുള്ളത്. കൂടുതലും പുറത്തുള്ള ആളുകൾ ചെയ്തിട്ടുള്ള കാരണം അവർ അവരുടേതായ സംഗതികളൊക്കെ വെച്ചിട്ടാണ് ചെയ്തിട്ടുള്ളത്. അങ്ങനത്തെ സംഗതികളൊന്നും നമുക്ക് ഇവിടെ അവൈലബിൾ അല്ലല്ലോ. നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ട് എൻ്റേതായ രീതിയിൽ എളുപ്പത്തിൽ ചെയ്തു എന്ന് മാത്രമേ ഉള്ളൂ. അങ്ങനെ ഈ ബോക്സ് നമ്മൾ കംപ്ലീറ്റ്ലി ഇതാക്കി എടുത്തു. ഒരു ചെരിവൊക്കെ കാണാണ്ട് ഒന്ന് പുഷ് ചെയ്തൊക്കെ ഒന്ന് നേരെയാക്കി വെച്ച് കഴിഞ്ഞാൽ അത് റെഡിയാവും. കേട്ടോ, ഇപ്പം ഏകദേശമൊക്കെ റെഡിയായി. ഞാൻ പറയാം, ട്രസ്റ്റ് ദ പ്രോസസ്, എവറിത്തിങ് ഇസ് ഗോണ ബി ഫൈൻ, കുഴപ്പമില്ല. എന്നിട്ട് നമ്മൾ ലൈറ്റ്സ്, ഇത് ബാറ്ററിയിലുള്ള ലൈറ്റ് അല്ല കേട്ടോ, USB കേബിളിൽ കുത്തുന്ന ലൈറ്റാണ്. അതുകൊണ്ട് അതിൻ്റെ മീതെ നമ്മുടെ കയ്യിലുണ്ടായിരുന്ന ബോ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ്. ഇത് ശരിക്ക് ഇരുട്ടത്ത് കാണാനാണ് നല്ല ഭംഗി. എസ്പെഷ്യലി ആ ലൈറ്റിൽ കൂടെ ആ ഗോൾഡൻ ഇതിങ്ങനെ വരുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് ക്രിസ്മസ് ട്രീയുടെ സൈഡിലൊക്കെ വെച്ച് കഴിഞ്ഞാൽ നല്ല രസമാണ് കേട്ടോ. അപ്പോൾ എൻ്റെ ശബ്ദത്തിനൊരു വ്യത്യാസം, എനിക്ക് തൊണ്ടവേദന ആയതുകൊണ്ടാണ്. ഇപ്പോൾ ഭേദമായി വരുന്നുണ്ട്, മരുന്നൊക്കെ കഴിക്കുന്നുണ്ട്. അപ്പോൾ ഈ ക്രാഫ്റ്റ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. എനിക്ക് ചെയ്തു വന്നപ്പോൾ നല്ല രസമായിട്ട് തോന്നി കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മുടെ 5 ക്രാഫ്റ്റ് വീഡിയോ. ഇഷ്ടപ്പെട്ടോ എന്നുള്ളത് പറയണം. അതുപോലെ തന്നെ ഏതായിരുന്നു ഏറ്റവും ഫേവറേറ്റ് എന്നുള്ളത് പറയണം. ഇതെനിക്ക് ഇഷ്ടപ്പെട്ടു കേട്ടോ. ഇതാണ് എനിക്ക് ആക്ച്വലി കുറെ കൂടി ഇഷ്ടപ്പെട്ടത്. അധികം സമയം എടുത്തില്ല, അത് മാത്രമല്ല ചെയ്തു വന്നപ്പോൾ നന്നായി. ഞാൻ ആദ്യം തുടങ്ങിയപ്പോൾ കൊള്ളാമെന്ന് വിചാരിച്ചത്, പക്ഷെ ചെയ്തു വന്നപ്പോൾ നല്ല രസമായിട്ട് തോന്നി. അപ്പോൾ ഇത്തവണത്തെ ക്രിസ്മസ് നമ്മുടെ ക്രാഫ്റ്റ് വീഡിയോസ് ഒക്കെ ചെയ്ത് കുറച്ചുകൂടി കളറാക്കും കേട്ടോ. അപ്പോൾ അത്രയും ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടു വിചാരിക്കണം. അങ്ങനെയാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. കൂടുതൽ വീഡിയോസ് കാണാൻ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിൽ ബൈ, ടേക്ക് കെയർ, ലവ് യു ഓൾ, ബൈ.